സന്തോഷമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് തികഞ്ഞ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ആമേൻ ഹല്ലേലൂയ ഉണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം അല്ലേ അച്ഛാ? ഉണ്ട്. ഹല്ലേലൂയ. ഈ സാന്നിധ്യം ഇന്ന് മുതൽ നമ്മളെ വിട്ടുപിരിയാതെ കൂടെ ഇരിക്കാൻ പോവാം. പരിശുദ്ധാത്മാവ് എന്നോട് ആഴമായി സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ആഴമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ആഴമായി വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഹല്ലേലൂയ ഇത് 2025 കടക്കാൻ ഇനിയും ഏകദേശം അരമണിക്കൂറുകൂടെ ബാക്കിയുള്ളൂ. ഈ അരമണിക്കൂറിനകത്ത് വെച്ച് എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിനകത്തൊരു അത്ഭുതം ചെയ്യുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ വിശ്വസിച്ച് 2025 ആമേൻ തുടക്കത്തിലേക്ക് കാൽച്ചുവടി വെക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആരോഗ്യം നൽകി തന്നതിനെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ വ്യാപരിക്കട്ടെ, ദൈവ തേജസ് ഇറങ്ങട്ടെ. ഹല്ലേലൂയ. മാനുഷിക ചിന്തകളെല്ലാം മാറിപ്പോകട്ടെ. എല്ലാ മാനുഷിക തലങ്ങളും ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. എല്ലാ പരിമിതികളും ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് മാറിപ്പോകട്ടെ. എല്ലാ കെട്ടുകളും ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് അഴിഞ്ഞു മാറട്ടെ. എല്ലാ പോരുകളും ഇന്ന് രാത്രി ഇതിനകത്തുനിന്ന് അഴിഞ്ഞു മാറട്ടെ. വചനത്തിന് വിരുദ്ധമായി ചലിക്കുന്നതെല്ലാം ഇന്ന് രാത്രിയിൽ അഴിയട്ടെ. ദൈവപ്രവർത്തികൾക്ക് വിരുദ്ധമായി ചലിക്കുന്നതെല്ലാം ഇന്ന് രാത്രിയിൽ വെട്ടിയിടപ്പെടുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കാം. ആമേൻ, ആമേൻ. വേഗത്തിൽ കർത്താവിൻ്റെ ആമേൻ ഹല്ലേലൂയ ഏൽപ്പിച്ച ദൂതിലേക്ക് കടക്കുകയാണ്. ഒരു വാക്യമായിട്ടൊരു വാക്യം വായിച്ചാട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം വാക്യവും 41-ാമത്തെ വാക്യവും 2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. ഇന്ന് രാത്രിയിൽ വചനങ്ങൾ കൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് നമ്മെ ഉറപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ആമേൻ ശബ്ദമുയർത്തി ഒരാൾക്ക് മൈക്കിലൂടെ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാട്ടെ. അവർ എന്നെ വിട്ടുമാറാതെ ഇരിപ്പാർ, എങ്കിലുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ ആക്കും. ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. ഞാൻ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അവരെ ഈ ദേശത്ത് നടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു സ്തോത്രം പറഞ്ഞേ. ഇത് കർത്താവിൽ നിന്ന് ചോദിച്ചു മേടിച്ചതാണ്. ഹല്ലേലൂയ. കർത്താവ് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരുന്നു ഈ വചനഭാഗങ്ങൾക്കകത്ത് നിന്ന്. ഇന്ന് രാത്രിയിൽ വളരെ ആമേൻ ഹല്ലേലൂയ സന്തോഷത്തോടെ ഇന്ന് രാത്രിയിൽ പറഞ്ഞേ 2024 നിന്ന് 2025 ഞാൻ പ്രവേശിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ വാഗ്ദത്തങ്ങൾക്കകത്ത് ഞാൻ ഒന്നുകൂടെ ഉറയ്ക്കുകയാണെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടൊരു വാഗ്ദത്തമാണ് ദൈവസഭയോട് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ഇടപെട്ടത്. ഹല്ലേലൂയ, ആമേൻ. ഒന്നാമത്തെ ഭാഗം, അതിന് 4 ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് അതിനകത്ത് പറയുന്നുണ്ട്. 1, ഞാൻ അവരെ വിട്ട് പിരിയുകയില്ല. ആമേൻ ഹല്ലേലൂയ. ഞാൻ അവരെ വിട്ട് പിരിയുകയില്ല. ഒന്ന് പറഞ്ഞ്, ഞാൻ അവരെ വിട്ട് പിരിയുകയില്ല. 2, ഞാൻ അവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും. 3, ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും. 4, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ദേശത്ത് നടും. ഇന്ന് രാത്രിയിൽ ആമേൻ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവവൈതലേ, ദൈവസഭയോട് 2024 അവസാനിച്ച് 2025 പ്രവേശിക്കാൻ അല്പസമയം കൂടെ ബാക്കി നിൽക്കെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ദൈവസഭയോട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ചലിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആരും നിന്റെ കൂടെ ഇല്ലെന്ന് കഴിഞ്ഞ വർഷം പരാതി പറഞ്ഞെങ്കിൽ, ഹല്ലേലൂയ 2024 പരാതി പറഞ്ഞെങ്കിൽ, ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ. ഹല്ലേലൂയ. ദൈവസഭയോർത്ത് പലപ്പോഴും ആമേൻ കരഞ്ഞു, കർത്താവേ ഞങ്ങൾക്ക് കൂട്ട് നിൽക്കാൻ ആരുമില്ല, ഞങ്ങൾക്കൊന്ന് കൂടെ നിന്ന് പറയാൻ ആരുമില്ല എന്ന് പറഞ്ഞ വാക്കുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാ. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി പറയുന്നു, ഞാൻ നിങ്ങളെ വിട്ടുപിരിയാതെ. ഇന്ന് രാത്രിയിൽ ദൈവസഭയോടുള്ള ദൂത് അതാണെങ്കിൽ, ഈ രാത്രി ഇതിനകത്ത് വന്ന ദൈവമക്കളോടും അതേ ദൂത് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുകയാണ്. ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് പറയാൻ പറയുന്നു, ഞാൻ നിന്നെ വിട്ടുപിരിയാതെ നിന്റെ കൂടെ നടക്കാൻ പോവുകയാ, നിന്റെ കൂടെ സഞ്ചരിക്കാൻ പോവുകയാ, നിന്റെ കൂടെ ചലിക്കാൻ പോവുകയാ. ഈ രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ.
ഞാൻ ദേശത്ത് നിന്നെ നടാൻ പോവുകയാണെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് സന്തോഷത്തോടെ ഉറപ്പോടെ ഇന്ന് രാത്രിയിൽ പറയോ? ദൈവസഭ വിളിച്ചു പറയണം, അവൻ ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രി മുതൽ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. യേശു സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഈ രാത്രിയിൽ വിടുതലാണ്. യേശു സഞ്ചരിക്കാൻ തുടങ്ങിയാൽ, യേശു നിന്റെ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ കാണാൻ തുടങ്ങും. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് 2025 പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, അസാധാരണമായ ദൈവപ്രവർത്തികൾ ദൈവസഭയ്ക്കകത്ത് ദേശത്തിന്മേൽ ദൈവം നാമം ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവപാദപീഠത്തിലായിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. ഒന്ന്, ഞാൻ നിങ്ങളെ വിട്ട് പിരിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. വാക്കു പറഞ്ഞവരൊക്കെ മാറിപ്പോയില്ലേ? ഇല്ലേ? ഹല്ലേലൂയ. വാക്കു പറഞ്ഞവരൊക്കെ മാറിപ്പോയില്ലേ? ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നവരെല്ലാം മാറിപ്പോയില്ലേ? മറന്നുപോയില്ലേ? ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഒരു പിതാവില്ലാത്തവരുടെ വേദന പിതാവില്ലാത്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലേ? ഒരു മാതാവില്ലാത്തവരുടെ വേദന ഒരു മാതാവില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ആമേൻ. പലപ്പോഴും ജീവിതത്തിന്റെ അവസ്ഥകളെ നോക്കി എനിക്ക് ചോദിക്കാൻ ആരുമില്ലല്ലോ, എനിക്കൊരു പിതാവ് നഷ്ടപ്പെട്ടവനെ പോലെ, ഒരു മാതാവ് നഷ്ടപ്പെട്ടവളെ പോലെ, എൻ്റെ ജീവിതത്തിന്റെ അർത്ഥം എനിക്കറിയാൻ കഴിയാത്തവനെ പോലെ ഞാൻ ആയിരുന്ന അവസ്ഥകളായിരുന്നല്ലോ എന്ന് 2024 നീ ആമേൻ ഹല്ലേലൂയ മാറിയിരുന്നു വിതുമ്പി കരഞ്ഞ ദിവസങ്ങൾ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് കാണുകയാണ്. ഈ രാത്രി ദൈവാത്മാവ് പറയുന്നു, ആരും നടന്നില്ലെങ്കിൽ ഈ രാത്രി ഞാൻ നിന്റെ കൂടെ നടക്കാൻ പോവുകയാ. ഇന്ന് രാത്രി മുതൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, 2025 ഞാൻ നിന്റെ കൂടെ കൈപിടിച്ച് നടക്കാൻ പോവുകയാ. ഹല്ലേലൂയ. തീർന്നില്ല. ആമേൻ ഹല്ലേലൂയ. ഞാൻ അവർക്ക് നന്മ ചെയ്യും. ഹല്ലേലൂയ. ഞാൻ അവർക്ക് ഗുണം ചെയ്യും, ഞാൻ അവർക്ക് ഗുണം ചെയ്യും. ഹല്ലേലൂയ. അച്ഛാ, ഇന്ന് രാത്രി വിശ്വസിക്കാമോ? ദൈവം നന്മ ചെയ്യുന്നതാ ഈ ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. നമ്മുടെ കണ്ണുകൊണ്ടതാ കാണാൻ പോകുന്നത്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ ചിന്തിക്കരുത്, ഒരു വാക്യത്തെ എടുത്തു വെച്ചിട്ട് ഹല്ലേലൂയ ഒരു പ്രോസ്പെരിറ്റി മാത്രം പറഞ്ഞ് 2025 കടക്കുകയല്ലേ. അതുകൊണ്ട് ബ്ലെസ്സിംഗ് മെസ്സേജായി പറഞ്ഞു വിടാമെന്നല്ല. ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ഇടപെട്ടത് കൊണ്ടാണ് ഈ ദൂത് ഞാൻ എടുത്തത്. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ഇടപെട്ടു. ഹല്ലേലൂയ. ഞാൻ നിന്റെ കൂടെ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും, ഞാൻ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കും. ഈ പദം ഈ വർഷം ആമേൻ ദൈവസഭയ്ക്കകത്ത് അപ്ലൈ ചെയ്യുക. അങ്ങനെയെങ്കിൽ ദൈവസഭയ്ക്കകത്ത് ഇന്ന് രാത്രിയിൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന നിങ്ങളുടെ ഭവനത്തിനകത്തും ഇതേ ദൈവപ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കും. കർത്താവ് ഗുണം ചെയ്യും, കർത്താവ് നന്മ ചെയ്യും. പിന്നെ തീർന്നില്ല, ദേശത്ത് നടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, അല്ലേ? അങ്ങനെ അവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ദേശത്ത് നടുമെന്ന പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും, അല്ലേ? പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ദേശത്ത് നടും. ഇന്ന് രാത്രിയിൽ കർത്താവ് ദൈവസഭയോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ പദം, ഹല്ലേലൂയ, ദേശത്ത് നടും. ഹല്ലേലൂയ. നടില്ലെന്ന് പറിച്ചു കളയുമെന്നും, ഹല്ലേലൂയ, ശൂന്യമാക്കുമെന്നും പിഴുതു കളയുമെന്നും, ആമേൻ ഹല്ലേലൂയ, പാഴെ ചെത്തിക്കളയുമെന്നും വാദിച്ചു നിന്ന ശക്തികൾ പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ നിനക്കെതിരെ വാതുവെക്കുമ്പോൾ, വെല്ലുവിളിക്കുമ്പോൾ, പദ്ധതികൾ മെനയുമ്പോൾ 2024 അവസാനിച്ച് 2025 കാലെടുത്ത് വെക്കുമ്പോൾ അടുത്ത വർഷം ഇവനെതിരെ എന്ത് പദ്ധതി മെനയണമെന്ന് അവൻ അകത്തളങ്ങളിൽ പദ്ധതി മെനയുമ്പോൾ ഇന്ന് രാത്രി സ്വർഗം പറയുകയാണ്, ആ പദ്ധതികളെ പൊളിച്ചിട്ട് ദേശത്ത് നിന്നെ ഉറപ്പിക്കും ദൈവം. രമ്യ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം മുതൽ ആമേൻ ഏകദേശം 62 അധ്യായങ്ങൾ വരെയുള്ള വേദഭാഗങ്ങൾ ദൈവജനത്തോടുള്ള ഭയങ്കര വാഗ്ദത്തങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. ഇന്ന് രാത്രിയിൽ ആമേൻ അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദുഃഖത്തോടെ ആരും 2025 പ്രവേശിക്കരുത്. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അല്പം നേരത്തെ മുതലേ മീറ്റിംഗ് മെസ്സേജ് തുടങ്ങിയത്. സാധാരണ ബ്ലെസ്സിംഗ് മെസ്സേജ് ആമേൻ ഹല്ലേലൂയ ഈ ഇതിലേക്ക് കടക്കുമ്പോഴാണ്. പക്ഷേ ഇന്ന് രാത്രി നമ്മൾ ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ട് കേടാൻ പോവാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ വിശ്വസിക്കാമോ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നിങ്ങൾ വേദനയോടെ 2025 സ്വീകരിക്കരുത്. കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ 2025 സ്വീകരിക്കരുത്. കരഞ്ഞുകൊണ്ട് കാലുകുത്തരുത്. വേദനയോടെ ഇന്നത്തെ വേദനയും ചുമന്നുകൊണ്ട് അടുത്തതിലേക്ക് കാല്
ചവിട്ടരുത്. ഇന്നത്തെ ഭാരവും ചുമന്നുകൊണ്ട് അടുത്ത ഇയറിലേക്ക് കാല് ചവിട്ടരുത്. ഹല്ലേലൂയ. ദൈവം അതാ ആഗ്രഹിക്കുന്നത്. ആവലാതിയോടെ, വേദനയോടെ, പ്രയാസത്തോടെ, ദുഃഖത്തോടെ, ആമേൻ, പരിഭ്രമത്തോടെ, ഹല്ലേലൂയ, ഭയത്തോടെ, ആമേൻ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ 2025 കാല് ചവിട്ടരുത്. കാരണം എന്നറിയാമോ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ ആ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ നാം കാണാൻ പോവുകയാണ്. എഴുതിയിട്ടോ ഇത് ഇന്ന് രാത്രിയിൽ. ആമേൻ, ഹല്ലേലൂയ. സ്വർഗത്തെയും ഭൂമിയെയും, ആമേൻ, ഹല്ലേലൂയ, ഒറ്റ വാക്കിനാൽ നിർമ്മിച്ചവനായ സർവശക്തന്റെ വാക്ക് ഈ രാത്രിയിൽ ഇതിനകത്ത് ഞാൻ കൈമാറുമ്പോൾ എന്റെ അന്തരാത്മാവിൽ എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ആത്മമർമ്മമുണ്ട്. ഈ വാക്ക് ചിലതിനെ സൃഷ്ടിക്കുകയാണ്. ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിനകത്ത് ഈ വചനം ചിലതിനെ സൃഷ്ടിച്ച് പുറത്തെടുക്കും. 2025 ദൈവാത്മാവ് അങ്ങനെയാ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഇന്ന് രാത്രിയിൽ ചില വാഗ്ദത്ത വചനങ്ങൾ ഇതിനകത്ത് കൈമാറപ്പെടുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സർവശക്തനാകുന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ബലം നൽകി തരും. ഹല്ലേലൂയ. അടുത്തൊരു വർഷക്കാലം, ആമേൻ, ഹല്ലേലൂയ, ജീവിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ ബലം, ഹല്ലേലൂയ, തകർന്ന് പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന മനസ്സിനെ ധൈര്യപ്പെടുത്തുവാൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പലപ്പോഴും നമ്മൾ വിചാരിക്കും, എന്തിനാ ഈ 2025 കടക്കുമ്പോൾ ഇങ്ങനെ ഈ മെസ്സേജ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ദൂതൊക്കെ കർത്താവ് തരുന്നത്? ആമേൻ, എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ തോന്നിയൊരു പാദം ഞാൻ പറയാം. അടുത്ത, ആമേൻ, ഒരു വർഷം നാം ജീവിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ വേദന വരുമ്പോൾ, ഭാരം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, അവിടെ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറയണം, 2024 അവസാനിച്ച് 2025 ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ എന്നോട് പറഞ്ഞതാ. അതുകൊണ്ട് കർത്താവേ, എനിക്കറിയാം എൻ്റെ ജീവിതത്തിനകത്ത് വരുന്നതൊന്നും തിന്മയ്ക്കല്ല. ഈ രാത്രി ഒന്ന് ഞാൻ അറിയുന്നുണ്ട്, അവിടുന്ന് എനിക്ക് വേണ്ടി കരുതാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ചില വാഗ്ദത്ത വചനങ്ങളിലൂടെ നിങ്ങളുടെ അന്തരാത്മാവിനെ ബലപ്പെടുത്തത്തക്കവണ്ണം വരുന്ന മണിക്കൂറുകളിൽ, വരുന്ന ആഴ്ചകളിൽ, വരുന്ന മാസങ്ങളിൽ, വരുന്ന, ആമേൻ, ഹല്ലേലൂയ, ഇനി ഒരു 12 മാസക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ആമേൻ, ഹല്ലേലൂയ, ഉരുവിട്ട് ബലപ്പെടാൻ, ആത്മാവിൽ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ, നിങ്ങളുടെ അന്തരാത്മാവിന് ജീവൻ പകരുവാൻ, ഹല്ലേലൂയ, ഉള്ളത്തിന്റെ അകത്തളങ്ങളിൽ, ആമേൻ, ഹല്ലേലൂയ, ബലപ്പെടുത്തുന്ന ദൈവത്തിന്റെ വചനങ്ങൾ ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് വിതയ്ക്കപ്പെടും. എനിക്കൊന്നറിയാം, അടുത്ത വർഷത്തിന്റെ, ആമേൻ, കൊയ്ത്ത് ഇന്ന് രാത്രി മുതൽ ഇതിനകത്ത്, ആമേൻ, ദൈവജനത്തിന്റെ മേൽ, ദൈവമക്കളുടെ മേൽ, അഭിഷക്തന്മാരുടെ മേൽ, ദൈവസഭയുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ ആ കൊയ്ത്ത് ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുകയാണ്. കത്തിവെക്കാൻ, ഹല്ലേലൂയ, കൃപ പ്രാപിച്ചവർ ഇന്ന് രാത്രി മുതൽ കത്തിവെച്ചതിനെ അറത്തോണം. ഈ രാത്രി നിന്റെ അവകാശമാണ്. ഹല്ലേലൂയ. 59 അധ്യായത്തിലേക്ക് വന്നാട്ടെ. യെശയ്യാ 59, ആമേൻ, അതിന്റെ 21 വാക്യം ഒന്ന് വായിച്ചാട്ടെ. 59:21. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2024 നിന്ന് 2025 പുതിയൊരു വർഷത്തിലേക്ക് കടന്നിട്ട് പുതിയൊരു വർഷത്തിന്റെ ദൂത് വളരെ പ്രതീക്ഷയോടെ ഇന്ന് രാത്രി നിങ്ങൾക്ക് ആ പുതിയൊരു വർഷത്തിന്റെ ദൂത് ഇന്ന് രാത്രിയിൽ കർത്താവേ എന്നോട് സംസാരിക്കണം. അങ്ങനല്ലേ പ്രാർത്ഥിച്ചത്? അങ്ങനെ എന്നോട് സംസാരിക്കണമെന്നല്ലേ പ്രാർത്ഥിച്ചത്? പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളോട് മാത്രമായിട്ടല്ല ചിലത് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. ചില വാഗ്ദത്തങ്ങളുടെ ചലനങ്ങൾ ഇന്ന് രാത്രി മുതൽ നിങ്ങൾ, ആമേൻ, മാത്രമല്ല കാണാൻ പോകുന്നത്, നിങ്ങളും നിങ്ങളുടെ തലമുറയും തലമുറയുടെ തലമുറയും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഉറപ്പോടൊന്ന് പറയാമോ? ഞാൻ മാത്രമല്ല അത് കാണാൻ പോകുന്നത്. 2025 ആമേൻ, ഹല്ലേലൂയ, ആ വാഗ്ദത്തങ്ങളുടെ ചലനം കാണാൻ പോകുന്നത് ഞാൻ മാത്രമല്ല, എൻ്റെ തലമുറയും തലമുറയുടെ തലമുറയും ഒരുപോലെ അത് കാണാൻ പോവുകയാ. ഈ രാത്രിയിൽ മാതാവേ, പിതാവേ, ഉറപ്പോടെ വിളിച്ചു പറഞ്ഞ്, തലമുറയുള്ളവർ വിളിച്ചു പറഞ്ഞ്, ഞാൻ മാത്രമല്ല അത് കാണാൻ പോകുന്നത്, എൻ്റെ തലമുറ കൂടെ അത് അനുഭവിക്കാൻ പോവുകയാ. തീർന്നില്ല, തലമുറയുടെ തലമുറയും കൂടെ അത് അനുഭവിക്കാൻ പോവുകയാ. വിശ്വസിക്കാമോ? സ്തോത്രം പറഞ്ഞതിനെ സ്വീകരിക്കുക, ആമേൻ പറഞ്ഞതിനെ സ്വീകരിക്കുക. ഹല്ലേലൂയ.
അവൻ എന്നോട് ഇടപെട്ട 2-3 വേദഭാഗങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 62-ാം അധ്യായം അവൻ 3-ാമത്തെ വേദഭാഗം കൊണ്ടൊന്ന് വായിച്ചാൽ, ഇത് ദൈവസഭയോട് ദൈവാത്മാവ് ഇടപെടുന്ന ഒരു ഭാഗമാണ്. പറഞ്ഞാട്ടെ, വായിച്ചാട്ടെ. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ആ വാക്യം എല്ലാവരും ഒന്ന് ചേർന്ന് വായിക്കാമോ? ഒരുമിച്ച് ചേർന്ന്. ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങൾ കഴിയുമെങ്കിൽ ആ വേദപുസ്തകം എടുക്കുക. എടുത്തിട്ട് ഹല്ലേലൂയ ആ വേദഭാഗം യെശയ്യാ 62:3 വാക്യം ദൈവസഭയിൽ എല്ലാവരും ചേർന്ന് ആ വാക്യം ഒന്ന് വായിച്ചേ, ചേർന്നൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് എന്നോട് ആഴമായി സംസാരിച്ച ഭാഗങ്ങൾ ഇതെല്ലാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൈവത്തിന്റെ കയ്യിൽ നീ കിരീടമായി മാറാൻ പോവാ. എങ്ങനത്തെ കിരീടമാ? സാധാരണ കിരീടമല്ല, ഭംഗിയുള്ള കിരീടം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഭംഗിയുള്ള കിരീടം എന്ന് പറയുമ്പോൾ ദൈവസഭയോട് ഞാനൊരു കാര്യം പറയാം. ദൈവസഭയോടുള്ള ദൂതാകുമ്പോൾ അത് നിങ്ങൾക്കും ഉള്ളതാ. ഹല്ലേലൂയ. ഇതിനകത്ത് വരുന്നവർക്കും ഉള്ളതാ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ദൈവത്തിന്റെ കയ്യിൽ ഭംഗിയുള്ള കിരീടമാണെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞോണം, കിരീടം ആരും എവിടെ വെക്കത്തില്ല, നിലത്ത് വെക്കത്തില്ല. കിരീടം എവിടാ? കൈ കൊണ്ട് നടക്കത്തില്ല. കിരീടം എവിടെ ഇരിക്കുന്നത്? കിരീടം തലയിലായിരിക്കുന്നത്. ഹല്ലേലൂയ. കിരീടം എവിടാ? തലയില. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ കിരീടം വഹിക്കുന്ന വ്യക്തി ആ കിരീടത്തെ എന്ത് ചെയ്യുക? ചുമന്നുകൊണ്ട് നടക്കുകയാ. ചുമന്നുകൊണ്ട് നടക്കുക. അങ്ങനാണോ? ആണോ? അല്ലയോ? ആണോ? ചുമന്നുകൊണ്ട് നടക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. ഈ 2025 ദൈവസഭയോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ചുമക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ശിരസിൽ ഞാൻ നിങ്ങളെ ചുമക്കുന്ന വർഷമാണിത്. ഇതിന്ന് രാത്രിയിൽ ആഴമായി എഴുതിയിട്ടുകൊള്ളുക. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, 2025 ഹല്ലേലൂയ ഞാൻ നിങ്ങളെ ചുമക്കുന്ന വർഷം, ഞാൻ നിങ്ങളെ ചുമക്കുന്ന വർഷം, ഞാൻ നിങ്ങളെ ചുമക്കുന്ന വർഷം. ഈ രാത്രിയെ വചനത്തോട് പ്രതികരിക്കണം കേട്ടോ. എന്റെ വാക്കുകളെന്ന് കരുതരുത് നിങ്ങൾ. എന്റെ വാക്കുകളെ നിങ്ങൾ നോക്കണ്ട. അതിനപ്പുറമായി ഇതിനകത്ത് കേൾക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതിനകത്ത് കടന്നു വന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ നിന്നെ ചുമക്കാൻ പോവുകയാ. ഹല്ലേലൂയ. തോളിലല്ല, എന്റെ ശിരസിൽ ഞാൻ നിന്നെ ചുമക്കാൻ പോവുകയാ. ഹല്ലേലൂയ. Praise the Lord. Amen. Hallelujah. Amen. Hallelujah. ആരും ചുമക്കാനില്ല, ആരും ആമേൻ ഹല്ലേലൂയ ഒന്ന് കൈ സഹായിക്കാനില്ല. ഈ ഭാരം ഞാൻ എങ്ങനെ വഹിച്ചു കൊണ്ടുപോകും, ഈ ചുമട് ഞാൻ എങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കും എന്നൊക്കെ ഓർത്ത് ആവലാതിപ്പെട്ട ഒത്തിരി സമയങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ 2024 ആമേൻ കണക്ക് പ്രകാരം എഴുതി പറയാൻ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുകയാണ്. നിന്നെ ഞാൻ ചുമക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇത് രാത്രി ഒരു കാര്യം ഞാൻ പറയാം. യഹോവ ദൈവം നമ്മളെ ചുമക്കാൻ തുടങ്ങിയ, ഒരുവൻ നമ്മളെ ചുമക്കാൻ തുടങ്ങിയ നമ്മുടെ ഭാരം മാറില്ലേച്ച. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി ഹല്ലേലൂയ ഭാരപ്പെട്ട് നടന്ന് കയറുമ്പോൾ ഒരുവൻ വന്ന് നമ്മളെ ഇങ്ങനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ആ കാലിൻ്റെ വേദനയൊക്കെ ഒന്ന് കുറയും. ഹല്ലേലൂയ. ആ ശരീരത്തിൻ്റെ ഭാരമൊക്കെ ഒന്ന് മാറും. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ. ആമേൻ. ഒരുവൻ നിന്നെ ചുമക്കാൻ തുടങ്ങിയാൽ ഹല്ലേലൂയ നിന്റെ ചരിത്രം മാറും. നിന്നെ അവൻ ചുമക്കാൻ തുടങ്ങിയ നിന്റെ പേര് മാറും. ഓ, അവൻ നിന്നെ ചുമക്കാൻ തുടങ്ങിയ നിന്റെ ചരിത്രം മാറും. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് ആരാധനയ്ക്ക് കടന്നു വന്ന ദൈവജനമേ, പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ വ്യക്തമായി വിളിച്ചു പറയുന്നു, അവൻ നിന്നെ തോളിലല്ല തലയിൽ ചുമക്കും. തീർന്നില്ല. തലയിൽ ചുമക്കുക മാത്രമല്ല, ഈ രാത്രിയിൽ അവൻ നിന്റെ ഭാണ്ഡക്കെട്ട് എടുത്ത് താഴെ വെക്കും. ഹല്ലേലൂയ. 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 കർത്താവ് ആമേൻ. ഇന്ന് രാത്രിയിൽ ആമേൻ പരിശുദ്ധാത്മാവിനോട് ആ പദത്തിനകത്ത് നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് വീണ്ടും പറയുകയാ, ഹല്ലേലൂയ നിന്റെ പേര് മാറും.
ഹല്ലേലൂയ. ചരിത്രം മാറും. അവൻ ചുമക്കാൻ തുടങ്ങിയ ചരിത്രം മാറുമെന്ന്. ആമേൻ. സ്വർഗം ചുമക്കാൻ തുടങ്ങിയ ചരിത്രം മാറുമെന്ന്. ഹല്ലേലൂയ. ആമേൻ. അല്പം മുമ്പ് പറഞ്ഞ സാക്ഷ്യത്തിന്റെ ചരിത്രമല്ല, 2025 ആ സാക്ഷ്യത്തെ തിരുത്തി കുറിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് ഇന്ന് രാത്രി. അത് ഇന്ന് രാത്രി റിസീവ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ രാത്രിയിൽ ആ സിസ്റ്റർ മെസ്സേജ് പറഞ്ഞപ്പോൾ ഒരു പദം ഇങ്ങനെ പറഞ്ഞു. എൻ്റെ അന്തരാത്മാവിൽ അതെങ്ങനെ കയറി ഒന്ന് കണക്റ്റ് ആകുക. ചരിത്രം മാറുമെന്ന് പറഞ്ഞ ചരിത്രം മാറുമെന്ന്, പേര് മാറ്റുമെന്ന് പറഞ്ഞ പേര് മാറ്റും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആമേൻ, ഹല്ലേലൂയ. ഇന്നലെ വരെ നിന്റെ ജീവിതത്തിനകത്ത് ഏത് പേരിട്ടാണോ ശത്രു നിന്നെ വിളിച്ചത്, ആ പേര് ഇന്ന് രാത്രിയിൽ സ്വർഗം വെട്ടിയെടുത്തു മാറ്റിയിട്ട് പുതിയ പേര് തരികയാ. ഓ റബ കബല ദരഗ വന ദരഗ ഹടഗ വന ദരഗ ശംതൽ കബല ദരഗ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ പേര് തരും. ഇനി ഈ രാത്രിയിൽ ഇത് പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കേട്ടോ. ഇത് എൻ്റെ വാക്കുകളായി നിങ്ങൾ എടുക്കരുത്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി പരിശുദ്ധാത്മാവ് ആമേൻ സിസ്റ്ററിലൂടെ പറഞ്ഞൊരു പദമുണ്ട്. യാക്കോബേ, നിനക്ക് എന്നും യാക്കോബായിട്ടിരിക്കാൻ കഴിയത്തില്ല, നിന്നെ ഇസ്രായേലാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർന്നില്ല. ആമേൻ. ദാവീദേ, നിനക്ക് എന്നും ഒരു ഇടയനായി നിൽക്കാൻ കഴിയത്തില്ല, നിന്നെ ഞാൻ രാജാവാക്കും. ഓ റബഗബലദരഗ ശബലദരഗസി. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ അത് വീഴട്ടെ, അത് വീഴട്ടെ. ആ അഭിഷേകം വീഴട്ടെ, ആ അഭിഷേകം വീഴട്ടെ, ആ അഭിഷേകം വീഴട്ടെ. പേര് മാറ്റുന്ന, പേര് മാറ്റുന്ന, ചരിത്രത്തെ മാറ്റുന്ന ഒരു അഭിഷേകം ഇപ്പോൾ. Receive the name of Jesus. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ദാവീദേ, നീ എന്നും ദാവീദായിട്ടിരിക്കത്തില്ല. ഇന്നലെ കണ്ട ദാവീദ് ആട്ടിടയനായിരുന്നെങ്കിൽ, ഇന്നലെ കണ്ട ദാവീദ് വനാന്തരത്തിൽ കിടന്നവനായിരുന്നെങ്കിൽ, ഇന്നത്തെ ദാവീദ് ഹല്ലേലൂയ ഇസ്രായേലിന്റെ പരമാധികാരം പ്രാപിച്ച രാജാവെന്ന സ്ഥാനത്ത് അവനെ കൊണ്ടുവന്ന് നിർത്തിയതുപോലെ ഇന്ന് രാത്രി ആമേൻ, ഹല്ലേലൂയ, സൈജ പരിശുദ്ധാത്മാവ് 2025 ആരംഭ നിമിഷം പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുന്നു, നിന്ദിച്ചവരുടെ നടുവിൽ ഒരു രാജകീയ കുപ്പായം അണിയിച്ചു നിർത്തുന്നത് പോലെ ഈ രാത്രിയിൽ ചിലത് ആമേൻ, ഹല്ലേലൂയ, വെട്ടിപ്പിടിച്ച് കയ്യിൽ തരികയാ. 2025 നഷ്ടപ്പെട്ടു പോയ ചിലതിനെ വെട്ടിപ്പിടിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അപഹരിച്ച ചിലതിനെ വെട്ടിപ്പിടിക്കാൻ പോകുന്നു. ചതിച്ചതിനെ ഇന്ന് രാത്രിയിൽ മടക്കി തരാൻ പോകുന്നു. ഈ രാത്രി വിശ്വസിച്ചു, അത് ദൈവത്തിന്റെ കരമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ചരിത്രം മാറും. ഇനി അത് ഒന്നുകൂടെ പറയാം, ഒരു പദം കൂടെ ചേർത്ത് പറഞ്ഞാലേ എനിക്ക് തൃപ്തി വരത്തുള്ളൂ. എനിക്കല്ല, പരിശുദ്ധാത്മാവിന് തൃപ്തി വരത്തുള്ളൂ. എന്ന് വെച്ചാൽ ആമേൻ, ജോസഫേ, നീ എന്നും ജോസഫായിട്ട് കിടക്കത്തില്ല. എന്നും ജോസഫായിട്ട് മാത്രമല്ല, എന്നും നീ അടിമച്ചന്തയിൽ അങ്ങനെ നിൽക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നിന്നെ വിൽക്കാൻ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് പോലെ നീ ആ അടിമച്ചന്തയ്ക്കകത്ത് എന്നും കിടക്കത്തില്ലെന്ന്. ഇത് ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഇടമാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ചില അടിമ മുഖങ്ങൾ ഇന്ന് രാത്രി പോട്ടട്ടെ, ഈ രാത്രി പോട്ടട്ടെ, ഈ രാത്രി പോട്ടട്ടെ. യെസ്, ഹല്ലേലൂയ. അടിമമുഖത്തെ പോലെ പിടിച്ചൊതുക്കുന്ന ചില മേഖലകൾ ഈ രാത്രിയിൽ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാരമ്പര്യത്തിന്റെ ചില കെടുതികൾ, പാരമ്പര്യത്തിന്റെ ചില ശക്തികൾ, വെല്ലുവിളികൾ ഉയർത്തി നിൽക്കുന്ന ചില ശക്തികൾ ഈ രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ശരീരത്തിൽ നിന്ന് അഴിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അടിമയെ പോലെ ജോസഫേ, നീ അടിമയ്ക്കകത്ത് നിൽക്കത്തില്ല. ഹല്ലേലൂയ. അപ്പൻ തയ്പ്പിച്ച വസ്ത്രം മനോഹരമായ വസ്ത്രമാണെങ്കിൽ തന്നെ അതിനേക്കാൾ ശ്രേഷ്ഠമേറിയൊരു വസ്ത്രം ഹല്ലേലൂയ ഒരുങ്ങുന്നുണ്ട് ഇന്ന് രാത്രിയിൽ. അപ്പൻ ഹല്ലേലൂയ ലോകത്തിലെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നിനക്ക് തരുന്ന വസ്ത്രത്തെക്കാൾ ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ നിനക്ക് തരുന്ന ആമേൻ, ഹല്ലേലൂയ, ഉന്നതിയേക്കാൾ ആമേൻ ശ്രേഷ്ഠമായ ചില ഉന്നതികൾ അച്ഛാ ഇന്ന് രാത്രിയിൽ അച്ഛാന് വേണ്ടി അത് ഒരുങ്ങപ്പെടുകയാ. ഇത് സ്വർഗം ഒരുക്കുന്ന ചില ഉന്നതികളുടെ പദവികൾ കർത്താവ് തരാൻ പോവുക, കർത്താവ് തരാൻ പോവുക. എഴുതി വെച്ചോ, അടിയറയിട്ട് എഴുതി വെച്ചോ. അത്
കാരണം എന്നാ? യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ട്. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുള്ളത് കൊണ്ടാണ് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, യഹോവയ്ക്ക് എന്നോട് പ്രിയമുണ്ട്. ബാക്കിയുണ്ട് കേട്ടോ, തീർന്നില്ല. ബാക്കിയുണ്ട്. കർത്താവ് തരുന്നോണ്ടിരിക്കുക, ബാക്കി തന്നുകൊണ്ടിരിക്കുക, നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ആമേൻ ഹല്ലേലൂയ, ഇത് അങ്ങോട്ട് ഒഴുകും തോറും അകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അച്ഛാ, ഈ ദിവസങ്ങളിലെ ശുശ്രൂഷ അങ്ങനത്തെ കേട്ടോ, ഇവിടുന്ന് അങ്ങോട്ട് പോകും തോറും നിറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അത് എഴുതി വെച്ചോ. കർത്താവ് ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ മണ്ഡലങ്ങൾ അങ്ങനെ തരാൻ പോകുന്നത്. അച്ഛാ, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കും തോറും നിറഞ്ഞുകൊണ്ടിരിക്കും, ഫില്ല് ചെയ്തോണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. അവിടെ ആമേൻ, യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ഹല്ലേലൂയ, ഒരു വാക്യം കൂടെ വേഗത്തിലൊന്ന് വായിച്ച് ആ ഭാഗത്തോട് പറഞ്ഞു നിർത്താതെ പറ്റത്തില്ല. യെശയ്യാ 62:4 വേഗത്തിലൊന്ന് വായിച്ച്, വേഗത്തിൽ സമയം പോവാണ്, വേഗത്തിൽ. അതെ, ശൂന്യമെന്ന് പറയത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ശൂന്യമെന്ന് പറയത്തില്ല. ഇന്ന് രാത്രിയിൽ വിശ്വസിക്കാമോ? 2024 വിട്ട് 2025 കാലെടുത്ത് വെക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ഭവനത്തെ നോക്കിക്കൊണ്ട് ഇനി ശൂന്യമെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജോലിയെ നോക്കിക്കൊണ്ട് ശൂന്യമെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. സഭയെ നോക്കിക്കൊണ്ട് ശൂന്യമെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി എന്ന ഗാനം ഹല്ലേലൂയ ചേർന്ന് നാം ഒരുമിച്ച് കർത്താവിന് പാടി മഹത്വം കൊടുക്കുകയും, ഓൺലൈനിലുള്ളവർ, പ്രിയപ്പെട്ടവർ, ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഇത് പുതിയ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് നാം കടക്കുവാൻ പോവുകയാണ്. പുതിയൊരു വർഷം കർത്താവ് നമുക്ക് നൽകുവാൻ പോവുകയാണ് ഈ രാത്രിയിൽ. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്ന യെശയ്യാ പ്രവാചകനകത്ത് പറയുന്നുണ്ട്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അന്ധകാരം മാറിപ്പോവുകയാണ്, കൂരിരുൾ മാറിപ്പോവുകയാണ്, എന്റെ ദുഃഖകാലം തീർന്നു പോവുകയാണ്. ഇന്ന് രാത്രിയിൽ ആ ഗാനം ചേർന്ന് പാടി കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. കരങ്ങളെ അടിച്ച് സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. എൻ സങ്കടങ്ങൾ സകലവും സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോന് ഞാനിനി അടിമയല്ല, പരാമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി ദീർഘമാവേ, പിളർന്നതാകം പോകുമാവേ. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാരുവിലൻ ദൈവമെനിക്കധിപതിയെ,
തരും അവൻ പുതുമന്ന അതു മതി. തരും അവൻ പുതുമന്ന അതു മതി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കറിയാത്തൊരവകാശമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതനെ കടന്നുപോയി. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവമെനിക്കധിപതിയേ, മരുവിലൻ ദൈവമെനിക്കധിപതിയേ, തരുമവൻ പുതുമന്ന അതു മതിയേ, തരുമവൻ പുതുമന്ന അതു മതിയേ. സങ്കടങ്ങൾ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ സകലവും തീർന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ശത്രുവിന്റെ കോട്ടകൾ അടിയട്ടെ, ശത്രുവിന്റെ കോട്ടകൾ അടിയട്ടെ. ഇന്ന് രാത്രിയിൽ പുതിയതിലേക്ക് കാഴ്ച വിട്ടട്ടെ, പുതിയതിലേക്ക് കാഴ്ച വിട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശു പ്രിയപ്പെടുന്ന ദൈവശാലിക്കുകയാണ് ഈ രാത്രിയിൽ ചലിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ yes, oh, receive, receive, receive. Hallelujah, 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 hallelujah. ഈ രാത്രിയിൽ അഴിയട്ടത് ഇത് പുതിയത് 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 സകലവും പുതിയത് സകലവും പുതിയത് സകലതും പുതിയത് സകലതും പുതിയത് സകലതും പുതിയത് സകലതും പുതിയത്. ഇന്ന് രാത്രി പുതിയത് പുതിയത് കണ്ണുകളെ ദൈവസ്വരത്തിൽ അടച്ചേ, കണ്ണുകളെ ദൈവസ്വരത്തിൽ അടച്ചേ. ഹല്ലേലൂയ. ഈ രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുക. 2025 നാം ആത്മാവിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എല്ലാറ്റെയും വിട്ടിട്ട് ഇത് പുതിയത് 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 ഇന്ന് രാത്രി മുതൽ പുതിയത് പുതിയത് വെളിപ്പെട്ട് വരിക. പുതിയ നന്മ, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ വഴികൾ, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ നന്മകൾ, പുതിയ ആരോഗ്യം, പുതിയ വിടുതൽ, പുതിയ ശക്തി, പുതിയ അനുഗ്രഹം. ഹല്ലേലൂയ. ഈ രാത്രി ഇതിനകത്ത് നിറയുകയാ. പുതിയവയെ കൊണ്ട് ദൈവം ഫില്ല് ചെയ്യുക. പഴയതെല്ലാം അടിഞ്ഞുപോയി, പഴയ ഭാരം നീങ്ങിപ്പോയി, പഴയ ദുഃഖം മാറിപ്പോയി. ഈ രാത്രി സന്തോഷം ഉടിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവനോട് പറയുന്നു, ഈ രാത്രി ചില ജീവിതങ്ങളുടെ അകത്തേക്ക് സന്തോഷത്തെ ഞാൻ ഉടുപ്പിക്കുകയാണ്. അവരുടെ പേരത് രക്ഷയായി ഒരു വസ്ത്രമായി ഈ രാത്രി ഞാൻ ധരിപ്പിക്കുക. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ കർത്താവേ,
അനുഗ്രഹീതമാകുന്ന നല്ല നിമിഷങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയുന്നു. ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുവാൻ ഒരു പുതിയ വർഷക്കാലം കൂടെ അവിടുന്ന് ഞങ്ങൾക്ക് ദാനമായി നൽകിയതിന് ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നപ്പോലെ ഈ രാത്രിയിൽ പുതിയ നന്മകൾ, പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ വഴികൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങൾ 2025 ആമേൻ കാൽച്ചുവടുകളെ വെക്കുകയാണ്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കാമെന്ന് പറഞ്ഞ, ഞങ്ങളെ തോളിൽ വഹിക്കാമെന്ന് പറഞ്ഞ, ഞങ്ങളെ ശിരസിൽ വഹിക്കാമെന്ന് പറഞ്ഞ ആ കർത്താവ് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ ചുമക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ രാത്രിയിൽ ഞങ്ങളത് വിശ്വസിക്കുന്ന കർത്താവ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവസഭയെയും ഈ പ്രിയപ്പെട്ടവരുടെയും അവരുടെ കുഞ്ഞുങ്ങളെയും തലമുറകളെയും ആമേൻ ഇന്ന് രാത്രി സഭയായി ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെല്ലാവരെയും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു പുതിയ വർഷം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് പകർന്ന് തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു ശുശ്രൂഷകൻ എന്ന നിലവാരത്തിലും നിങ്ങളുടെ ആത്മസഹോദരൻ എന്ന നിലവാരത്തിലും ഇന്ന് രാത്രിയിൽ അതിൻ്റെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഈ ശിരസ്സുകളെ ഓൺലൈനിലൂടെ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സഭയുടെ അംഗമായി നിൽക്കുന്നവരെ, ഒരു ദിവസമെങ്കിലും ഇതിനകത്ത് വന്ന് ഇതിന് പാട്ടായി തീർന്നവരെ, നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇവിടെ ആയിരിക്കുന്നവർ, ജോലി മേഖലയിലായിരിക്കുന്നവർ, സകലരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. ആമേൻ. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ അതിരുകൾ വിശാലമുള്ളതായി മാറട്ടെ. ജോലി മേഖലകൾക്കകത്ത് വലിയ 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 വിടുതലുകൾ കാണുവാനിടയാകട്ടെ. ഹല്ലേലൂയ. എല്ലാ കഷ്ടതകളും മാറട്ടെ, എല്ലാ ദുഃഖങ്ങളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ, എല്ലാ പരാജയങ്ങളും മാറട്ടെ. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ അനുഗ്രഹിക്കുകയാണ്. God bless you. Happy New Year. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെല്ലാവരും ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. അതത് സ്ഥാനങ്ങളിലിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഒത്തിരി സന്തോഷമുണ്ടല്ലേ? ഉണ്ടോ? സന്തോഷമുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. 2025 ഹല്ലേലൂയ ആദ്യം സഭയിൽ നിന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ്. ആമേൻ. കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മളൊരു ഭയങ്കര നദിയുടെ അകത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനകത്തു നിന്ന് തന്നെ മുമ്പോട്ട് പോകട്ടെ. ഞാൻ 2 മിനിറ്റ് കൂടെ എടുക്കുന്നതിന് പ്രയാസമില്ലല്ലോ. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് രാത്രിയിൽ ആമേൻ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ആമേൻ ഇന്നലെ അല്പം മുമ്പ് കേട്ടത് കഴിഞ്ഞ വർഷത്തിൽ കേൾക്കേണ്ടതാണ്. എന്നാൽ ഇനി കേൾക്കാൻ പോകുന്നത് പുതിയ വർഷത്തിൽ കേൾക്കാനുള്ളതാണ്. അത് പുതിയ വർഷത്തിലെ മേടിച്ച് പോക്കറ്റിലോട്ട് പോകാനല്ലേ? ആണോ? ആണെങ്കിൽ ഇന്ന് രാത്രി മുതൽ അത് വെളിപ്പെടാൻ പോവുക. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നിങ്ങളായിരുന്നാട്ടെ. നാം വായിച്ച വേദഭാഗത്തിൻ്റെ അവസാന ഭാഗം യെശയ്യാവ് 62:4 ഇനി നിന്നെ അസേബ എന്ന് വിളിക്കത്തില്ല, ശമീമ ശൂന്യമെന്ന് പറയുകയില്ല. ആമേൻ. ഹല്ലേലൂയ. ചിലതിൻ്റെ പേര് കർത്താവ് മാറ്റുകയാണെന്ന് നമ്മൾ പറഞ്ഞ് അവസാനിച്ച് നിർത്തിയല്ലേ? ആണല്ലോ. ആമേൻ. ഹല്ലേലൂയ. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുള്ളത് കൊണ്ട് ആമേൻ. ഇന്ന് പകൽ ആമേൻ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ സഭയെ നോക്കി, നമ്മളെ നോക്കി ശൂന്യമെന്ന് പറയാൻ കർത്താവ് എന്ത് ചെയ്യത്തില്ല? അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ 2025 ആരംഭത്തെ വേഷം തന്നെ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ ഉയർത്തി അതരങ്ങൾ തുറന്ന് പറയണം, ഇനി എൻ്റെ ഭവനം ശൂന്യമെന്ന് പറയാൻ കർത്താവ് അനുവദിക്കത്തില്ല. കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ശൂന്യമെന്ന് പറയാൻ കർത്താവ് അനുവദിക്കുമോ? തലമുറയുടെ ഭാവി ശൂന്യമെന്ന് പറയാൻ കർത്താവ് സമ്മതിക്കുമോ? ഇല്ലെന്ന് പറ. ഇന്ന് രാത്രി മുതൽ ആ ചരിത്രത്തെ കർത്താവ് മാറ്റുകയാ. ഈ രാത്രി മുതൽ ആ ചരിത്രത്തെ കർത്താവ് മാറ്റുകയാ. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ സമ്മതിക്കുമോ ദൈവം? സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം. Praise the Lord. Hallelujah. Amen. Hallelujah. നീ
അത് നിങ്ങൾ പറയുമ്പോഴാണ് ഇന്ന് രാത്രിയിൽ അതിൻ്റെ വിടുതൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ പോകുന്നത്. വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിക്കണം. 60:4 വായിച്ച്. യെശയ്യാവ് തന്നെയാണ് 60:4. ആ ആ ആ ഒന്നുകൂടെ വായിക്കാവോ? ഹല്ലേലൂയ, ആമേൻ. അപ്പോൾ തല ഉയർത്തി നോക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ, പാർശ്വത്തിങ്കൽ ചുമന്ന് ചില നന്മകൾ നമ്മൾ കാണാൻ പോവുകയാണ്. ഈ രാത്രിയിൽ അത് വിശ്വസിക്കാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? ഹല്ലേലൂയ. അബ്രഹാം തല ഉയർത്തി നോക്കി, ഇല്ലേ? അബ്രഹാം തല ഉയർത്തി നോക്കി. ആമേൻ, ഹല്ലേലൂയ. ആ പർവ്വതത്തിൻ്റെ മുകളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന അബ്രഹാം അവിടെ നിന്നുകൊണ്ട് തല ഉയർത്തി നോക്കി. ഇന്ന് രാത്രിയിൽ തല ഉയർത്തി നോക്കുമ്പോഴാണ് ചിലത് കാണാൻ തയ്യാറാണ്. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ആമേൻ കണ്ണിൻ്റെ മുമ്പിൽ കാണിക്കാൻ പോകും. ഇന്ന് രാത്രി അത് വിശ്വസിച്ചോണം. അല്ലെങ്കിൽ 2025 ദൈവസഭ തല ഉയർത്താൻ തയ്യാറാകുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, പാർശ്വത്തിൽ ചുമന്നുകൊണ്ട് വരുന്നത് പോലെ, ഹല്ലേലൂയ, പാർശ്വത്തിൽ ചുമന്നുകൊണ്ട് വരുന്നത് പോലെ ചിലത് ഇന്ന് രാത്രിയിൽ ആമേൻ, ഹല്ലേലൂയ, ഭവനത്തിനകത്ത് ദൈവസഭയ്ക്കകത്ത് കർത്താവ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. വേഗത്തിൽ ആമേൻ, ഹല്ലേലൂയ, അതിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാവ് 60:10 വേഗത്തിൽ വായിക്കണമേ, വേഗത്തിൽ വായിക്കണമേ. എൻ്റെ പ്രീതിയിൽ എനിക്ക് നിന്നോട് കരുണ തോന്നുന്ന വർഷം. ഹല്ലേലൂയ. എൻ്റെ ക്രോധം ആമേൻ, എപ്പോഴൊക്കെയോ എൻ്റെ ക്രോധത്തിന് നീ ഇരയായിട്ടുണ്ട്. എവിടെയൊക്കെയോ എൻ്റെ വഴി ഒന്ന് വിളച്ചു പോയപ്പോൾ എൻ്റെ ക്രോധത്തിൻ്റെ അടി വീണിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി പറയുകയാ, 2025 എൻ്റെ കരുണയുടെ വർഷം നിന്റെ മേൽ ചൊരിയുന്ന വർഷമാ. അതിന്ന് രാത്രിയിൽ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ഏറ്റെടുത്ത് ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. വേഗത്തിൽ അത് വായിച്ചു വിടുകയാണ്. ആമേൻ, ഹല്ലേലൂയ. സമയമുണ്ട്, ആ സമയം മുമ്പോട്ട് ഓടിപ്പോകുന്നല്ലോ. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് വേഗത്തിൽ 2-3 വേദഭാഗം കൂടെ വായിക്കണം. 60:14 വായിച്ചാട്ടെ. 10 ഇപ്പോൾ വായിച്ചത്, 14 വായിച്ചാട്ടെ. നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരും. അച്ഛാ വിശ്വസിച്ച് വേറെ ആരോടും ഇത് ഞാൻ പറയത്തില്ല. അച്ഛനോട് തന്നെ ഇന്ന് രാത്രി അത് പറയാം. ഹല്ലേലൂയ. ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ ഇന്ന് രാത്രിയിൽ ആരെങ്കിലും ക്ലേശിപ്പിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ആരോടും അത് പറയാൻ കഴിയുന്നില്ലേ? മറ്റാരോടും ആ ഭാരം ഇറക്കി വെക്കാൻ പറ്റുന്നില്ലേ? ഇന്ന് രാത്രി പറയാ, കർത്താവ് പറയുക, ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ നിന്നെ തേടി വരുന്നൊരു ദിവസം ഉണ്ടെന്ന്. ഹല്ലേലൂയ. ഇനി അടുത്തത് നിന്നെ നിന്ദിച്ചവരൊക്കെയും നിന്റെ കാൽ പിടിച്ച് നമസ്കരിക്കാൻ പോവുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് വിശ്വസിക്കാമോ? ഒന്ന് വിശ്വസിച്ചേ. ആമേൻ, ഹല്ലേലൂയ. ഇത് ഞാൻ എങ്ങോട്ടും കൊടുക്കുന്നില്ല, അത് അങ്ങോട്ടങ്ങ് തരിക. നിന്ദിച്ചവരൊക്കെ കാല് പിടിച്ച് വന്ദിക്കാൻ പോവുക ഇന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. കർത്താവ് അത് ആമേൻ, ഹല്ലേലൂയ. ഈ ദൂത് ഇത് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് ഭയങ്കര ദൈവ ചലനങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആമേൻ. കഴിഞ്ഞ ദിവസം എന്നോട് മിനിച്ചാൻ വിളിച്ചപ്പോൾ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു. ആമേൻ, മിനിഞ്ഞാന്ന് രാത്രിയിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ മരണത്തെ പ്രാർത്ഥിച്ച ആമേൻ വെട്ടിക്കോളാൻ പറഞ്ഞു. ആമേൻ, ആമേൻ. ചില നിമിഷങ്ങളൂടെ കഴിഞ്ഞപ്പോൾ അവിടെ മോള് താഴെ വീണു. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പിന്നെ പ്രാർത്ഥിച്ചു. അതിൻ്റെ പേര് ഭയങ്കര വിടുതൽ കർത്താവ് കൊടുത്തു. ഞാൻ പറഞ്ഞത് ആമേൻ, ഇവിടെ നിന്ന് ഇത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കും പ്രത്യക്ഷമായിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ, എൻ്റെ അന്തരാത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ഇതിനകത്ത് നിന്നുകൊണ്ട് അഭിഷേകത്താൽ പറയുന്ന ചിലത് ഈ രാത്രിയിൽ ആമേൻ, ഹല്ലേലൂയ, പ്രകൃതിയുടെ മേലും ആമേൻ, ഹല്ലേലൂയ, അന്തരീക്ഷ മണ്ഡലങ്ങളുടെ മേലും അതിൻ്റെ ചലനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. അവിടെ പറയുക, നീ നിന്ന കഴിഞ്ഞ വർഷക്കാലം നിന്നെ അനുഭവിച്ചോ? ആമേൻ, ഹല്ലേലൂയ. ആ വേദനകൾക്ക് നിന്റെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷത്തെ നിന്ന ഒരു അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞേ. കഴിഞ്ഞ വർഷത്തെ കണ്ണുനീര് എനിക്കൊരു അനുഗ്രഹമായി മാറുമെന്ന് പറഞ്ഞ്, കഴിഞ്ഞ വർഷത്തെ തോൽവി എൻ്റെ വിജയമായി മാറുകയാണെന്ന് പറഞ്ഞ്, ഞാൻ ജോലി ചെയ്യുന്ന ഇടത്ത് എനിക്കെതിരെ ഒത്തിരി പേര് എഴുന്നേറ്റായിരുന്നു. പക്ഷെ 2025 അവരെ മുഴുവനും എൻ്റെ കീഴയാക്കിയിട്ട് അവരുടെ മീതെ എന്നെ കൊണ്ട് ഇരുത്തുന്നൊരു ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേഗത്തിൽ ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. യെശയ്യാവ് 60, 19, 20 വേഗത്തിൽ. ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ. ഹല്ലേലൂയ. അതിന്റെ അവസാന വാക്യം മാത്രം മതി. ആ ബാക്കി വാക്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഹല്ലേലൂയ. എൻ്റെ ദുഃഖകാലം എന്ത് ചെയ്യാൻ പോവാ?
തീർന്നു പോയി. ഇന്ന് രാത്രിയിൽ ആ കരം കൊടുത്തിട്ട് വിശുദ്ധ കരങ്ങൾ ദൈവസന്നിധിയിൽ കൊടുത്തിട്ട് ഇരുവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞ് മുഖത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞ്, സിസ്റ്റർ നിങ്ങളുടെ ദുഃഖകാലം തീരാൻ പോവാ. ഹല്ലേലൂയ ഒന്ന് പറഞ്ഞ്, ആ ദുഃഖകാലം തീരാൻ പോവാ, നിങ്ങളുടെ വേദന മാറാൻ പോവാ. അച്ഛാ ആമേൻ ഹല്ലേലൂയ. ക്ഷീണിച്ചിരിക്കാതെ ഉറങ്ങിയാതെ ആമേൻ ക്ഷീണിച്ച് വിളിച്ചു പറഞ്ഞ് ആമേൻ അച്ഛനെ നോക്കി ഒന്ന് പറഞ്ഞ്, ആ ദുഃഖകാലം തീരാൻ പോവാ. ഹല്ലേലൂയ. ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ ദുഃഖകാലം തീരാൻ പോവുകയാ. ഹല്ലേലൂയ. നിങ്ങളുടെ ദുഃഖകാലം തീരാ. ഇനി അടുത്ത ഒരു വാക്യം കൂടെ 61:10-11 വേഗത്തിൽ വായിക്കണമേ. ഒന്നുകൂടെ നിങ്ങൾ ആ പദം പറയണേ. 2025 ആരംഭത്തിൽ പരിശുദ്ധാത്മാവ് നിറവിൽ നിങ്ങൾ എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയും, അടുത്ത വർഷം ഞാൻ യഹോവയിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്ന വർഷമാണ്. യഹോവയിൽ ആനന്ദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവൻ ചുമക്കാൻ തുടങ്ങിയ പിന്നെ ആനന്ദമല്ലാതെ പിന്നെ എന്താ ഉള്ളത്? ഹല്ലേലൂയ. ആമേൻ. അടുത്തത് മണവാളൻ തലപ്പാവ് ധരിക്കുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങൾ ധരിച്ച് ആമേൻ ഹല്ലേലൂയ മനോഹരമേറിയ ആമേൻ വസ്ത്രം ധരിച്ച് സ്വയം തന്നെ താൻ അലങ്കരിക്കുന്നത് പോലെയും ഹല്ലേലൂയ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് പറയുക, ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും നോക്കിക്കൊണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞ പദങ്ങൾ ആവർത്തിച്ച് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവസഭയോട് പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, മണവാളൻ തലപ്പാവ് ധരിച്ച് പുറത്തു വരുന്നത് പോലെയോ മണവാട്ടി തന്നെ അലങ്കരിച്ച് പുറത്തു വരുന്നത് പോലെയോ നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് അലങ്കരിച്ച് നിർത്താൻ പോവുകയാണ്. സമൃദ്ധിയുള്ളതാക്കി നിർത്താൻ പോവുകയാണ്. നന്മയുള്ളതാക്കി നിർത്താൻ പോവുകയാണ്. സൗന്ദര്യമുള്ളവരായി നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവുക. ആമേൻ. ഒരു നിലവാരത്തിലുള്ള ആത്മിക സൗന്ദര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് പകരാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുന്നു? ദൈവസഭയുടെ ആത്മിക സൗന്ദര്യം വർദ്ധിക്കാൻ പോവുക. ആമേൻ. ശുശ്രൂഷയുടെ ആത്മിക സൗന്ദര്യം വർദ്ധിക്കാൻ പോവുക. ദൈവമക്കളുടെ ആത്മിക സൗന്ദര്യം വർദ്ധിക്കാൻ പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് ഇനിയും ആ ഭാഗം താഴോട്ട് വർദ്ധിക്കുമ്പോൾ വായിക്കുമ്പോൾ അതിന്റെ അതായിട്ട് വായിച്ചാട്ടെ. അവിടെയായിരുന്നു എനിക്ക് വേണ്ടത്. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയായ കർത്താവ് സകല ജാതികളും കാണുകെ എന്റെ ദൈവം ചിലതിനെ മുളപ്പിക്കും. ഇന്ന് രാത്രിയിൽ എത്ര പേരത് വിശ്വസിക്കത്തുണ്ട്? റിസീവ് ചെയ്തോണം. ഇത് ഈ പദത്തെ നിങ്ങൾ റിസീവ് ചെയ്തോണം. ദൈവസഭ റിസീവ് ചെയ്യണം, അതിനെ സ്വീകരിച്ചോണം. ഹല്ലേലൂയ. ഭൂമിയിൽ നിന്ന് ദൈവം ചിലതിനെ മുളപ്പിക്കുന്നത് പോലെ ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ഭൂമി ആമേൻ ഹല്ലേലൂയ തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്ത് കിളിർപ്പിക്കുന്നത് പോലെയും ഇന്ന് രാത്രിയിൽ പറഞ്ഞേ ആമേൻ. പരിശുദ്ധാത്മ നിറവിൽ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടച്ച് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞേ, ആമേൻ, എൻ്റെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവേ അങ്ങനെ ചുമക്കുന്ന വർഷമായത്, അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഹല്ലേലൂയ മനോഹരമായൊരു കിരീടമാക്കി എന്നെ അങ്ങയുടെ തലയിൽ ചുമക്കുന്ന വർഷമായത്, ഞാനത് അവിശ്വസിക്കുന്നുണ്ട്. അങ്ങ് ചുമക്കാൻ തുടങ്ങിയാൽ എൻ്റെ ചരിത്രം മാറും. അങ്ങ് ചുമക്കാൻ തുടങ്ങിയാൽ എൻ്റെ അവസ്ഥ മാറും. അങ്ങ് ചുമക്കാൻ തുടങ്ങിയാൽ എൻ്റെ ഭാവം മാറും. അങ്ങ് ചുമക്കാൻ തുടങ്ങിയാൽ എൻ്റെ രീതി മാറും. അങ്ങ് ചുമക്കാൻ തുടങ്ങിയാൽ എൻ്റെ പേര് മാറും. അങ്ങ് ചുമക്കാൻ തുടങ്ങിയാൽ എൻ്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിൽ വിടുതൽ സംഭവിക്കും. ഈ രാത്രിയിൽ ഞാനത് അറിയുന്നുണ്ട്. ഭൂമി തൻ്റെ അവൻ തൈകളെ മുളപ്പിക്കുന്നത് പോലെയോ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ എൻ്റെ ജീവിതത്തിനകത്ത് ഒരു തളിർപ്പ് വരികയാണ്. എൻ്റെ ജീവിതത്തിനകത്ത് ഒരു തളിർപ്പ് വരികയാണ്. സഭയിൽ അതൊരു തളിർപ്പായി പുറത്തു വരട്ടെ. ഹല്ലേലൂയ. ദൈവജനത്തിന്റെ മേൽ ആ തളിർപ്പുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവിനോട് പ്രാർത്ഥിച്ച കർത്താവേ, ഈ വർഷം ഞാനത് വിശ്വസിക്കുകയാണ്. ഭൂമി ഹല്ലേലൂയ ആമേൻ തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച വിത്ത് കിളിർപ്പിക്കുന്നത് പോലെയും എൻ്റെ ജീവിതത്തിനകത്ത് ദൈവസഭയ്ക്കകത്ത് ദേശത്ത് ഹല്ലേലൂയ ചില കിളിർപ്പുകൾ കാണുവാനിടയാകട്ടെ എന്ന് ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ചിലർ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഭവനത്തിനകത്ത് നാം വിട്ടുവരട്ടെ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. പുതിയ ചിലത് ഈ രാത്രി മുതൽ നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത് ദൈവസഭയ്ക്കകത്ത് നാം വിട്ടുവരുവാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം.